എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രേണു സുധിയെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ പറയട്ടെ, ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. താല്പര്യമില്ലാത്തവരൊന്നും കാണാനായിട്ട് വരണ്ട. കണ്ടതിന് ശേഷം എനിക്ക് നിങ്ങളെ കമൻറ്റിന് കിടന്ന് മറുപടി തരാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ സ്ത്രീകളെയൊക്കെ വന്നിട്ട് കമൻ്റ് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അർമ്പാദം ഉണ്ടാവില്ല. നമുക്ക് അത്തരത്തിൽ വരുന്ന കമൻറ്റിനൊക്കെ നല്ല തെറി കൊടുത്ത് മടുത്തു. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കാണാനായിട്ട് വരിക, താല്പര്യമില്ലാത്തവർ തീരെ വരണ്ട. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രേണു സുധി വീണ്ടും വന്നിരിക്കുകയാണ്. അതായത് സുധിയുടെ മരണപ്പെടുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന ബാഗും വസ്ത്രങ്ങളും ഒക്കെ പൊക്കിയെടുത്തുകൊണ്ടാണ് പുള്ളിക്കാരത്തി വന്നിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ രേണു മറ്റുള്ളവരെ വെറുതെ സഹതാപം പിടിച്ചു പറ്റുന്ന ഒരു ഇതാണ് രേണു കാണിക്കുന്നത്. അതായത് സുധി മരണപ്പെടുന്ന സമയത്തുണ്ടായിരുന്ന ഈ ബാഗും അതുപോലെ തന്നെ ഈ ഡ്രസ്സൊക്കെ ഇതിനു മുമ്പ് രേണു കാണിച്ച് എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വീണ്ടും 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 എടുത്ത് അത് മറ്റുള്ളവരെ കാണിച്ച് സഹതാപം പിടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും രേണു മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് കയറി പറ്റിയ കാര്യം തന്നെ സഹതാപം ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് രേണുവിന് പ്രത്യേകിച്ച് വലിയ കഴിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. രേണു സുധി എന്ന് പറയുമ്പോൾ ആ ഒരു സുധി എന്ന പേര് വാലുപോലെ അറ്റത്തുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ മറ്റുള്ളവർക്ക് ഇവരോട് ഒരു സ്നേഹമൊക്കെ തോന്നിയത്. ശരിക്കും ആ ഒരു കലാകാരനോടുള്ള സ്നേഹം അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ട് വെറും രേണുവിനെ ആർക്കും എത്ര ഇപ്പോൾ ഉള്ളതിൻ്റെ കാൽഭാഗം സപ്പോർട്ട് പോലും വെറും ഒരു രേണുമായിട്ടാണ് നിന്നിരുന്നെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ പിന്നെ പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, സുധിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് രേണു കാണിക്കുന്ന പ്രകടനങ്ങളും മെഴുകലും അപാരം തന്നെ. ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കിടന്ന് ഇങ്ങനെ അഭിനയിക്കാൻ രേണുവിനെ കഴിഞ്ഞല്ലാതെ മറ്റാരെ കൊണ്ടും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആളുകളെ കാണിച്ചിട്ട് പിന്നെ എൻ്റെ ഭർത്താവ് എത്ര നല്ലതാ കാണാൻ, എൻ്റെ സുധിച്ചേട്ടൻ എന്ത് നല്ല ഭംഗിയാ കാണാൻ, എന്ത് ഗ്ലാമറാ എൻ്റെ സുധിച്ചേട്ടൻ്റെ തലമുടി കാണാൻ എന്തഴകാ, എൻ്റെ സുധിച്ചേട്ടൻ്റെ മീശ കാണാൻ എന്തഴകാ. രേണു ആ ഫോട്ടോ ആദ്യമായിട്ടാണോ കാണുന്നത്? രേണു സുധിയെ ആദ്യമായിട്ടാണോ കാണുന്നത്? സുധിയെ എല്ലാവർക്കും അറിയാം. രേണു ഒരു ഡിജിറ്റൽ ഫോട്ടോ കാണിച്ചിട്ട് എൻ്റെ സുധിച്ചേട്ടൻ ഇതുപോലെ ആയിരുന്നു ഇരുന്നേന്ന് പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാം. സുധിക്ക് വലിയ സൗന്ദര്യമൊന്നും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനല്ല സുധി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ സുന്ദരമായിരുന്നു. അക്കാര്യം ഞാൻ ഇവിടെയും തുറന്നു പറയും. വളരെ നല്ല മനുഷ്യനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യം അത് നമുക്കറിയില്ല, അതേക്കുറിച്ച് അറിയാനും താല്പര്യമില്ല. മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ പേഴ്സണൽ കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ തിരക്കേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാഹ്യ സൗന്ദര്യത്തെക്കുറിച്ച് ഇവർ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായ എന്തിനാണെന്നറിയാമോ? സുധിയെ ഓർത്ത് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സുധിയുടെ ഫാൻസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രശംസ, അവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന വെറും പൊറാട്ട് നാടകം മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അയ്യോ എൻ്റെ സുധിച്ചേട്ടൻ്റെ മീശ, എന്ത് നല്ല മീശ, എന്തിനാ അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ ഭർത്താവിൻ്റെ മീശ നല്ലതാണെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞാൽ പോരെ? നിങ്ങളുടെ ഭർത്താവിൻ്റെ തലമുടി നല്ലതാണെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞാൽ പോരെ? എല്ലാവർക്കും ഇനി എത്ര മോശം ആളാണെങ്കിൽ പോലും ഇപ്പോൾ കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ എല്ലാ കാര്യവും എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ കാണാൻ നല്ലതായിരിക്കും. ഞാൻ എത്ര മോശമാണെങ്കിലും അവർക്ക് ഞാൻ നല്ലതായിരിക്കും. അതുപോലെ എൻ്റെ മാതാപിതാക്കൾ അവരെ കാണാൻ എത്ര ഭംഗിയില്ലെങ്കിലും എനിക്ക് അവർ കാണാൻ വളരെ നല്ലതായിരിക്കും. ഇതിപ്പോൾ ബിഗ് ബോസിലൊക്കെ പോവാറായിട്ടൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റണം രേണുവിന്. അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന ഈ പ്രഹസനങ്ങൾ കണ്ടപ്പോഴുണ്ടല്ലോ വെറുപ്പാ തോന്നിയത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും നാൾ തോന്നിയതിനേക്കാൾ ഏറെ വെറുപ്പ് തോന്നിപ്പോയി. കാരണം ഇവരെന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഇങ്ങനെ നടന്ന് ഷോ കാണിക്കുന്നത്? വെറും പട്ടി ഷോ, അങ്ങനെ ഞാൻ പറയുള്ളൂ. വെറും പട്ടി ഷോയാണ് ഈ രേണു കിടന്ന് കാണിക്കുന്നത്. പുള്ളിക്കാരൻ്റെ പിന്നെ ഷൂസ് എടുത്ത് കാണിക്കുന്നു. ഇതൊക്കെ ഇതിനു മുമ്പ് നിങ്ങൾ നല്ലപ്പോഴാണോ ഇതൊക്കെ? നിങ്ങൾക്കൊരു കണ്ടന്റിനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറവുമില്ല, നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും എടുത്താലും അപ്പിയിട്ടാലും മുള്ളിയാലും എല്ലാം കണ്ടന്റാണ്. സെലിബ്രിറ്റിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ശരിക്കും രേണു ആദ്യം സഹതാപം പിടിച്ചു പറ്റി എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കയറി. ഇപ്പോൾ രേണുവിനെ പ്രശംസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും
ഒരുപാട് പേർക്ക് രേണുവിൻ്റെ പ്രവൃത്തി കൊണ്ട് വെറുപ്പ് തന്നെയാണ് രേണുവിനോടുള്ളത്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ അന്തം ഫാൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രേണു ഇടുന്ന റീൽസിൻ്റെയൊക്കെ അടിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രേണുവിനോട് എത്ര വെറുപ്പാണ് മറ്റുള്ള ആളുകൾക്കുള്ളതെന്ന്. നിങ്ങൾ വെറുതെ അന്തങ്ങൾ ചുമ്മാ വന്നിരുന്ന് ഇങ്ങനെ കുരയ്ക്കാന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും രേണുവിൻ്റെ ആ ഒരു പ്രകടനം ഉണ്ടല്ലോ, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ കാണിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കാണുക, താല്പര്യമില്ലാത്തവർ ഒരു നിർബന്ധവുമില്ല. ബാഗ് ഇതാണ് അവസാനമായിട്ട് കൊണ്ടുപോയ ബാഗ്. ഇതിൽ ബ്ലഡ് ഉണ്ട്, ചേട്ടൻ്റെ ബ്ലഡ് ഉണ്ട്, ഇതെല്ലാം ബ്ലഡാണ്. അപ്പം ഇതിപ്പോൾ എല്ലാവരും ആ സമയത്ത് പറഞ്ഞു, അയ്യോ കത്തിച്ച് കളയണം, ബ്ലഡൊക്കെ പറ്റിയത്. അപ്പം ഞാനും കിച്ചുവും പറഞ്ഞൊരു വാക്കുണ്ട്, കിച്ചുവിനുണ്ട്, അമ്മ നമുക്ക് അച്ഛൻ അവസാനമായിട്ട് തന്ന സാധനമാണ്, ഇത് നമ്മൾ കളയാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും കളയാൻ പാടില്ല, ആരെന്ത് പറഞ്ഞാലും ഇത് ഞാൻ കത്തിക്കില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ കഴുകി ഉപയോഗിക്കും, ഞാൻ കഴുകിയില്ല. ഏട്ടൻ്റെ അവസാനം ഇത് കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് ഏട്ടൻ്റെ അവസാനം. അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു. ഞാൻ ഇമോഷണൽ ആകത്തില്ല, ഇമോഷണൽ ആയി കഴിഞ്ഞാൽ നിങ്ങളും സങ്കടപ്പെടും. ഇപ്പോൾ സുധിച്ചേട്ടൻ മരിച്ചിട്ട് 2 വർഷം ആകുന്നു. എനിക്ക് എൻ്റെ ഏട്ടൻ അന്ന് മേടിച്ചു തന്ന ഡ്രസ്സ് ഇന്നും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ഡ്രസ്സ് സുധിച്ചേട്ടൻ മേടിച്ചു തന്ന ഡ്രസ്സാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചങ്ങനാശ്ശേരിയിലൂടെ ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ഡിസ്പ്ലേ ഇട്ട ഡ്രസ്സ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ നല്ല രസമുള്ള ചിറകൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ, അത് എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ചേട്ടൻ്റെ കയ്യിൽ പൈസ അധികം ഇല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ചേട്ടൻ പറഞ്ഞു, വാവട്ടെ നിനക്ക് വേണം, ഇഷ്ടപ്പെട്ടോ, നമുക്കിപ്പം പോയി മേടിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട 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 ഏട്ടാ വേണ്ട, പൈസ ഇല്ലാതെ മേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അത് പറ്റത്തില്ല. ഏട്ടൻ തന്നെ കാറിൻ്റെ ഡോറൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ചേട്ടാ, ഞാൻ അറിയാണ്ട് പറഞ്ഞതാ. എന്നെ കൊണ്ടുപോയി, നീ ഓർക്കത്തോട്ട് ഇവിടെ നിന്ന് കുഞ്ഞ എന്നെ കൊണ്ടുപോയി എനിക്ക് ആൾ തന്നെ എടുത്ത് തന്ന ഡ്രസ്സാണ് ഇത്. എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഇന്നും അത് കളഞ്ഞിട്ടില്ല, കാരണം ഇന്നും ഞാനിത് സൂക്ഷിക്കുന്നു. ആണ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ്, ഒരു പെണ്ണാണെന്ന് അറിയത്തില്ല, ഇടി നീ യൂസ് ചെയ്യുന്നതെല്ലാം ദാനമല്ലേടി മറ്റവളെ, ഞാനൊന്നുമില്ല ആയിക്കോട്ടെ ശരി, നീ യൂസ് ചെയ്യുന്നതെല്ലാം ദാനമല്ലടി, നിന്റെ വീട് ദാനമല്ലടി, ഇറങ്ങിപ്പോടി. അതെ എനിക്കെല്ലാം ദാനം തന്നെയാണ്, എല്ലാവരും എനിക്ക് ദാനം തന്നാണ് ഈ വീടും. ഈ വീട് എൻ്റെ അല്ല, പിള്ളേരുടെ വീടാണ്, ഋതുലിൻ്റെ കിച്ചുവിൻ്റെ വീടാണ്. പക്ഷേ ഇതിൽ ഞാൻ താമസിക്കുന്ന അവരുടെ അമ്മയായതുകൊണ്ടാണ് എനിക്ക് നീ കക്കൂസിൽ ഉപയോഗിക്കുന്ന ബക്കറ്റ് പോലും ദാനം തന്നല്ലേടി എന്ന് വരെ എന്നോട് വെല്ലുവിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ സത്യമാണ്, ഇതെല്ലാം ദാനമാണ്. എനിക്ക് എൻ്റെ കൂട്ടുകാരൊക്കെ ഡ്രസ്സൊക്കെ തരും, അതൊക്കെ എനിക്ക് ഞാൻ സന്തോഷത്തോടു കൂടി വാങ്ങുന്നത്. കാരണം എനിക്കിപ്പം ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ എങ്ങനെയാണ് കഷ്ടപ്പെട്ടാണ് എനിക്ക് ഇതൊക്കെ എനിക്ക് മേടിച്ചു തരണമാണ് കേട്ടോ. സോ ഈ അലമാരി എന്ന് വെച്ചാൽ ആ അലമാരി എടുക്കാൻ പറ്റില്ല, എടുത്തു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുമായിരുന്നു, അത് ആക്രിക്ക് കൊടുത്തെന്ന് തോന്നുന്നു. അപ്പം ഈ അലമാരി എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താണ്. ഇതിന് പണ്ട് തൊട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. ഞാൻ പിന്നെ ഈ കൂടൊക്കെ വെച്ചിട്ട് ഞാൻ ഈ വീടൊന്നും റൂമൊന്നും അടുക്കി പെറുക്കിയിട്ടില്ല, ഷൂട്ട് കഴിഞ്ഞ് വന്ന തിരക്കാണ്, വന്നതേ ഉള്ള സൂചിച്ചേണ്ട ഷൂസാണ്. ഒരുപാട് ഷൂസ് ഉണ്ടെങ്കിലും എല്ലാം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു ഏട്ടൻ ഷൂസ്. അപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രം എനിക്ക് എൻ്റെ സൂചിച്ചേണ്ട ഓർമ്മയ്ക്കായിട്ട് ഒരെണ്ണം വേണം, അല്ലെങ്കിൽ കാരണം അതെല്ലാം പൊടിഞ്ഞു പോയി എന്ന് ഇതിൽ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ച ഷൂസാണ്. എൻ്റെ ഏട്ടൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, സ്റ്റാർ മാജിക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഷൂസായിരുന്നു. സോ ഇത് ഞാൻ എപ്പോഴും എൻ്റെ അലമാരിക്കകത്ത് സൂക്ഷിച്ച് വെക്കുന്ന സാധനം തന്നെയാണ്. ഇത് ഞാൻ അങ്ങനെ അധികം ആരും കാണിച്ചിട്ടില്ലാത്ത ഷൂസാണ്. ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിരുന്നു ഏട്ടൻ. അത് അധികം യൂസ് ചെയ്യാത്ത ഷൂസായിരുന്നു, പുതിയതായിട്ട് മേടിച്ച സമയത്ത് ഞാൻ കണ്ടത്. കാരണം അത് കണ്ടോ, അതിൻ്റെ വൈറ്റ്, അതിൻ്റെ കളർ പോലും പോയിട്ടില്ലാത്ത ഷൂസാണ്, അധികം ഉപയോഗിച്ചിട്ടില്ല ഏട്ടൻ. സോ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ലെന്നല്ല, ഉപയോഗിക്കേണ്ടതായിട്ട് അത്രയും ടൈം കിട്ടിയില്ല ഏട്ടന്, അതിന് മുന്നേ പോയി. അപ്പം അങ്ങനെ വെച്ചേക്കുന്ന പിന്നെ നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് ഏട്ടൻ അവസാനമായിട്ട് എടിമോനെ ഇത് വെച്ചേടി അവസാനമായിട്ട് ഉപയോഗിച്ച ഡ്രസ്സ്. അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കൈമടക്കുണ്ടല്ലോ, കൈമടക്ക് ഞാൻ ഇന്ന് വരെയും ഇത് എടുത്ത് മാറ്റിയിട്ടില്ല. കാരണം ഏട്ടൻ എങ്ങനെയാണോ കൈമടക്കി വെച്ചേക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കൈ ആ വിരലുകളിലൂടെ കൈമടക്കിയത് അത് ഇന്ന് വരെ ഞാൻ മാറ്റിയിട്ടില്ല. അത് ചിന്നു ദുബായിൽ കൊണ്ടുപോയിട്ട് പോലും ആ കൈമടക്ക് പോലും മാറ്റാതാണ് എനിക്ക് കൊണ്ടു തന്നത്. ഒത്തിരി താങ്ക്സ് ചിന്നു. ഇത് ഞാൻ എങ്ങനെയാണോ കൊടുത്തത് അങ്ങനെ തന്നെ ആ കുട്ടി കൊണ്ട് തന്നു. ഇത് ഭയങ്കര, അതുപോലെ പെർഫ്യൂം കൊണ്ട് തന്നു. ഈ ഷർട്ട് എനിക്കൊന്ന് ടീം ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണെന്ന് തോന്നുന്നു. ഒരു ദുബായിൽ ലാസ്റ്റ് ടീമുമായിട്ട് പോയിട്ട് വന്നപ്പം ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണ് ഏട്ടൻ്റെ. അതുപോലെ ഈ പാൻറ്റ് ഇതുവരെയായിട്ടും അലക്കിയിട്ടൊന്നുമില്ല. അത് ഇങ്ങനെ ഒരു മടക്കുണ്ട് ആൾക്ക് കേട്ടോ, പാൻറ്റും ഇങ്ങനെ ഒരു മടക്കുള്ളതാണ് ആൾക്ക് അല്ലേടി. മടക്ക് ഈ മടക്ക് പോലും ഈ 2 വർഷമാകുന്നു ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എത്രത്തോളമാണ് അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹത്തിന്, കാരണം അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ബോഡിയിൽ നിന്ന് ഈ ഡ്രസ്സ് ഊരിയത്, അതുപോലെ തന്നെ ഞാൻ അത് വെച്ചിട്ടുണ്ട്. ഇത് പ്രോഗ്രാം ഇതിനകത്ത് ഇരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഏട്ടൻ തലേന്ന് എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയപ്പം, അല്ലെങ്കിൽ തലേ ദിവസം ഫുള്ളും ഇട്ടുകൊണ്ട് നടന്ന കൈലി അതുപോലെ ഏട്ടൻ്റെ ബനിയൻ ഇതായിരുന്നു തലേന്ന്. ഇത് പൂപ്പാന്ന് തോന്നുന്നു, പൂപ്പിൻ്റെ മണം. കാരണം ഇന്നീ നിമിഷം വരെ ഇത് കഴുകിയിട്ടില്ല. കഴുകാതെ ഏട്ടൻ വേർപിരിഞ്ഞെന്ന് അറിഞ്ഞപ്പം നമ്മളെ വിട്ടുപോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെ മടക്കി എടുത്ത് വെച്ചതാണിത്. ഞാൻ ഈ ബാഗിൽ ഇതിപ്പോൾ സൂക്ഷിക്കുന്നു. ഇതൊരു കൂടിനകത്തായിരുന്നു, കൂടൊക്കെ കീറിപ്പോയി. ഇത് തലേന്ന് ഉറങ്ങി എണീറ്റിട്ട് പോയ ആ ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതിനകത്ത് വെച്ച ഡ്രസ്സാണ്. ചേട്ടൻ ഒരു ഡ്രസ്സ് എക്സ്ട്രാ കൊണ്ടുപോകാൻ ലാസ്റ്റ് കൊണ്ടുപോയ ഡ്രസ്സാണ്. ഇത് ടീം ഗിഫ്റ്റ് ചെയ്തതാണ്. അതുപോലെ പാവത്തിൻ്റെ ഒരു ബെൽറ്റ്. അധികം ഡ്രസ്സും കാര്യങ്ങളും കോസ്റ്റ്ലി ഒന്നും മേടിക്കില്ലായിരുന്നു ആൾ കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളും അങ്ങനെ അധികം കോസ്റ്റ്ലി ഒന്നും നമുക്ക് ആരും മേടിച്ചു തരാൻ, ഏട്ടനുള്ളപ്പോൾ എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് മേടിച്ചു തരുമായിരുന്നു. സോ അങ്ങനെ ഇതൊന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല. എന്താ ജിപ്സം പ്ലാസ്റ്ററോ എന്തോ ഇതിന് പറയുന്നത്, ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മളിവിടെ മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എടുത്തുന്ന പിക്കാണ്.
സ്റ്റാർ മാജിക് തമാർ പടാറുള്ളപ്പോൾ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ, തിരിച്ചു കൊടുക്കണം. അപ്പം എന്ത് ഭംഗിയാ ചേട്ടൻ കാണാൻ, എനിക്ക് സുന്ദരൻ, എൻ്റെ സൂചിച്ചിട്ട് ഭയങ്കര സുന്ദരനാണെന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ്. നിങ്ങൾ സൂചിച്ചാണ് അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പം അങ്ങനെ അങ്ങനെയാണെന്ന് പറയുന്നവരും കൊള്ളത്തിലെന്ന് പറയുന്നവരും ഒരു കാര്യം ഞാൻ പറയാം, ഇതായിരുന്നു എൻ്റെ സൂചിച്ചാട്ടൻ. എന്ത് ഭംഗിയായിരുന്നു കാണാൻ, ഭയങ്കര ഭംഗി. ഞാൻ ഇതാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് എന്താ പറയാ, ഇതെപ്പോഴും എൻ്റെ കൂടെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ബാഗിൽ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെക്കും, ഞാൻ ആരും കാണിക്കാറില്ല. ഇപ്പം എന്താ പറയുക, ഇതാണ് എൻ്റെ ലഗേജ് ബാഗ്. ഞാൻ സാധനം എടുത്ത് വെളിയിൽ ഇറക്കിയപ്പം ഞാൻ എടുത്ത് വെച്ചതാണ്. ഞാൻ അങ്ങനെ അധികം ആരും കാണിക്കാറില്ല, കാരണം എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണും. പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ. സോ ഇതെൻ്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ്. ഇത് സ്റ്റാർ മാജിക് അല്ലെങ്കിൽ തമാർ പടാർ വേദിയിൽ അവിടെ ഇരുന്നപ്പോൾ എടുത്ത പിക്കാണ്. ഏട്ടൻ്റെ മീശ, ഈശോ അമ്മ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹെയർ, മീശ, കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിസ് യു ചോദിച്ചേട്ടാ, മിസ് യു അമ്മ. ഇവിടെ വെക്കുക. ബിഗ് ബോസിൽ പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ മുന്നിലുണ്ടായിരുന്നു പുള്ളിക്കാരത്തിക്ക് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അത് സാധിച്ചെടുത്തു കഴിഞ്ഞു പുള്ളിക്കാരത്തി. അപ്പോൾ ഇത്തവണ ബിഗ് ബോസിനുള്ളിൽ രേണുസുതി ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് സുധിയെ സ്നേഹിക്കുന്നവരുടെ, ഇപ്പോൾ അവർക്ക് തന്നെ അറിയാം, അവർക്ക് ഒരുപാട് ആളുകൾക്ക് അവരോട് വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും അതുലിൻ്റെ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് വന്ന കമൻറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടും പിന്നെ അല്ലാതെയൊക്കെ ഇവരുടെ ആ ഒരു രീതികൾ, അതായത് സുധിയുടെ ഓർമ്മ ദിവസം രേണു അവിടെ കാട്ടിക്കൂട്ടിയ രീതികളും, അതുപോലെ തന്നെ അലൻ എന്താണ് പെരേരയുടെ ഡാൻസ്, അതൊക്കെ അതിന് പെരേരയെ അഭിനന്ദിച്ചത്, ഇതൊക്കെ കണ്ടിട്ട് തന്നെ സുധിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ വന്നിരിക്കുന്ന ഒരു കാര്യമൊക്കെ രേണുവിന് നന്നായിട്ട് അറിയാം. കാരണം ഇപ്പോൾ രേണുവിനെ ന്യായീകരിക്കുന്ന ആളുകളുടെ അടുത്ത് പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, രേണു ചെയ്യുന്ന പുതിയ പുതിയ റീൽസിൻ്റെയൊക്കെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ പോയി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഇവരോട് എത്ര പേർക്കാണ് ആരാധന ഇപ്പോൾ ഉള്ളതെന്നും എത്ര പേർക്ക് ഇവരോട് വെറുപ്പുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ. കാരണം വെറുതെ നെഗറ്റിവിറ്റിയിലൂടെ കയറി പോകാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോരോ എന്താണ് കോപ്രായങ്ങളെന്ന് തന്നെ പറയണം. പിന്നെ ഇപ്പോൾ പുള്ളിക്കാരത്തി നമ്മൾ കണ്ടതാണ്, സുധിയുടെ സഹതാപം പിടിച്ചു പറ്റാം, സുധിയോടുള്ള ആ ഒരു ഇതൊക്കെ കാണിച്ചുകൊണ്ട് പുള്ളിക്കാരത്തി കാണിച്ച പ്രകടനങ്ങളൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ രേണുവിൻ്റെ ഫാൻസിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലാതെ സത്യസന്ധമായിട്ട് കമൻ്റ് ഇടാൻ താല്പര്യമുള്ളവരൊക്കെ വന്ന് കമൻ്റ് ഇടുക. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വെച്ചേക്കുക. ഇനി മറ്റൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.